ഹായ്, നിതിറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണില്ലേ? അതിൽ ഞാൻ ലാസ്റ്റ് ചെയ്തത് ഒരു 3D ഒറിഗാമി പേപ്പർ എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിൽ ഒത്തിരി പേരെ മെസ്സേജൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വന്നു. ഞാൻ പേപ്പർ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ ഒപ്പം തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് കണ്ടവർക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഇതുപോലെ സപ്പോർട്ട് തന്നതിനും എന്നെ ഇതുപോലെ എത്തിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3D ഒറിഗാമി ഫിഷാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത്. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും വേഗം പഠിക്കാൻ പറ്റുന്നത് അതാണ്. അപ്പം അത് ചെയ്യാമെന്ന് കരുതി ഞാൻ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതിനൊക്കെ എടുത്തിട്ട് ഇതുപോലെ 1 പീസ് എടുക്കുക. ഇതുപോലെ 1 പീസ് എടുത്തതാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 101 പീസ് ഉണ്ട്. 101 പീസാണ് ഇതുള്ളത്. അതായത് ഒരു ഫിഷ് ഉണ്ടാക്കാൻ, ഒരു സ്മോൾ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത്രയും പീസ് വേണം. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് തന്നെ ഒരു റെഡ് പീസ് എടുത്ത് അതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്യാം കേട്ടോ. ഫിഷല്ലേ, ഏത് കളറും ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഇതുപോലെ എടുത്ത് ഇതിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ സൈഡ് പോർഷനിൽ ഇതുപോലെ വെച്ചെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെയും ഈ ലാസ്റ്റ് സൈഡിൽ ഇതുപോലെ വെച്ചെടുക്കുക. അപ്പോൾ 2 പീസ്, ഫസ്റ്റ് 1 പീസ്, സെക്കൻഡ് 2 പീസ്, പിന്നെ തേർഡ് 3 പീസ്. ഫസ്റ്റ് മനസ്സിലാവണില്ലേ? 3 പീസിന് ഇതിൻ്റെ ഇൻസൈഡും ഇതിൻ്റെ ഇൻസൈഡും അങ്ങനെ വെച്ച് കൊടുക്കാം. ലാസ്റ്റത്തത് 1 ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 1 വെച്ച്, സെക്കൻഡ് 2 വെച്ച്, തേർഡ് 3 വെച്ചു. ഇനി 4th സ്റ്റെപ്പിൽ 4 വയ്ക്കുക. ഇതിൻ്റെ ഔട്ട്സൈഡുള്ള ഭാഗത്തിന് നമ്മൾ ഇത് കുത്തി കൊടുക്കുന്നത് 1. പിന്നെ സെക്കൻഡ് വയ്ക്കുമ്പോൾ രണ്ടെണ്ണം, ഒരെണ്ണം ഇവിടെയും വയ്ക്കുക, ഒരെണ്ണം ഈ സൈഡും വയ്ക്കുക. അങ്ങനെ സൈഡ് വയ്ക്കുന്നത് ഇതുപോലെ 2 ഇൻസൈഡ്. 4th വയ്ക്കുന്നത് ഇതിൻ്റെ ഈ ഔട്ട്സൈഡ് പാർട്ടിൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ 4th സ്റ്റെപ്പ് ഫിനിഷായി. ഫസ്റ്റ് 1 വെച്ചു, സെക്കൻഡ് 2 വെച്ചു, തേർഡ് 3 വെച്ചു, 4th 4 വെച്ചു. ഇനി 5th സെയിം തന്നെ അങ്ങനെ കുത്തി കൊടുക്കണം. ഇപ്പോൾ കൂടി വരല്ലേ, ഇതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. 4 5 ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോന്നും കഴിയുമ്പോഴും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 6. ലാസ്റ്റ് ഒരെണ്ണം ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഔട്ട്സൈഡ് പാർട്ടിൽ കിട്ടും. കണ്ട, ഇനി 7 1 7 ആയി. ഇനി 7 കഴിഞ്ഞ് 8 നമുക്ക് യെല്ലോ കൊടുക്കാം. 1 7 8
8 പീസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 7 പീസിന് കുത്തേണ്ടത്. അപ്പോൾ ഇതുപോലെ 7 പീസ് കുത്തുമ്പോൾ ഇത് 2 എണ്ണം ഇത് 1 എണ്ണം വെച്ചിട്ട് കുത്തണം. ഇതുപോലെ ലാസ്റ്റ് സൈഡിലും അതെ 2 എണ്ണം ഒരുമിച്ച് കുത്തിയിട്ട് 1 എണ്ണം സെപ്പറേറ്റ് കുത്താം. അപ്പോൾ 7 ആയി. 7 കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ 8ാമത്തെ പീസിന് വെക്കാൻ പോണത് 7 കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ വേറെ കളർ വയ്ക്കാം, അപ്പോൾ വേറെ മനസ്സിലാവും. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗം ഇതുപോലെ പുറത്തേക്ക് വെച്ച് കൊടുത്ത് ഔട്ട് സൈഡ് പാർട്ട് ഔട്ട് സൈഡ് ആയിരിക്കണം. 2 3 അതുപോലെ ലാസ്റ്റ് ഭാഗം വെച്ച് കൊടുക്കുക. 8 അല്ല 8 എണ്ണമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 8 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരു 5 പീസാണ് വയ്ക്കുന്നത്. നന്നായി റെഡ്യൂസായിട്ട് 5 പീസായി. പിന്നെ 4th വെച്ചിട്ട് കുത്തി കൊടുക്കണം. 1 3 പീസ് ഇട്ട് കൊടുത്ത് 1 2 3 ഇതേപോലെ 1 2 3 പീസ് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിന് ശേഷം 6 പീസ് വയ്ക്കാം. ഇതുപോലെ 1 ഇവിടെയും 1 എണ്ണം പീസ് വിട്ട് ഇവിടെയും 1 എണ്ണം പീസ് വിട്ട്. ഓക്കെ, 5 കഴിഞ്ഞിട്ട് 6 വെച്ച് 1 2 3 4 5 6 വെച്ച് എഗെയിൻ 5 ഇവിടെയും ഇട്ട് വരണം, ഇവിടെയും ഇട്ട് വരണം. 5 കഴിഞ്ഞിട്ട് പിന്നെ 4 നമുക്ക് വേറെ കളർ വയ്ക്കാം. പിന്നെ ഇനി 3 1 2 1 നമുക്ക് പർപ്പിൾ വെക്കാം. ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഇനി എഗെയിൻ 1 വയ്ക്കണം. അപ്പോൾ ഞാൻ വേറെ കളർ വയ്ക്കാം, കാണാൻ വേണ്ടിയിട്ട് ഈ കളർ വയ്ക്കാം. എഗെയിൻ ആ 1ൻ്റെ മുകളിൽ തന്നെ 1 പീസ് കൂടി വയ്ക്കാം. എഗെയിൻ 2 പീസ്. ത്രീ പീസ്. ഇനി 4 എണ്ണം വേണം. അത് കഴിഞ്ഞ് 5 എണ്ണം.
അഗൈൻ 4 എണ്ണം. ലാസ്റ്റ് 5 എണ്ണം. അപ്പം എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് ഇനി ഒരു കണ്ണ് വെച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണ് കിട്ടും പഠിക്കാൻ. ഇതിപ്പോൾ ഞാൻ പേപ്പറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഐസ് വെച്ച് കൊടുക്കുക. ഐസ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ഇതിന് ഒരു ഒറിഗാമി 3D ഒറിഗാമി ഫിഷ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.